السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلوات وأتم التسليم على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തിലായി റബ്ബിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ വഫാത്തിന്റെ നേരത്തെ പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി വിട പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിവിധ ഉദ്ദേശങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ സ്വയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മളെയും നമ്മുടെ അഖിലകാരെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അമലുകൾ നിർവഹിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അത് പൂർണ്ണമായി നൽകിയ നിഅമത്തുകളാണ്. ഏറ്റക്കുറച്ചിലില്ലാതെ നൽകിയ നിഅമത്തുകളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറഹു വബാതിനഹു. അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ അവന്റെ അടിമകൾക്ക് പൂർണ്ണമായി നൽകി. അസ്ബഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയി നൽകി എന്നതാണ്. ളാഹിറഹു വബാതിനഹു, അള്ളാഹുവിന്റെ അടിമകൾ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും അനുഭവിക്കുന്ന അവരുടെ ആന്തരികമായ ബാഹ്യമായ എല്ലാ നിഅമത്തുകളും അള്ളാഹു നമുക്ക് നൽകിയത് അതിന്റെ ഏറ്റവും പൂർണ്ണതയുടെ രൂപത്തിലാണ്. നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മളെ ആളുകൾ പ്രശംസിക്കുവാൻ കണ്ടെത്തുന്ന എന്തൊക്കെ കാരണങ്ങൾ നമ്മളിൽ ഉണ്ടോ, ആ കാരണങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളാണ്. അവന്റെ സംസാരം മനോഹരമാണ്, അവന്റെ ശരീരം കരുത്തുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയ ആളുകൾ നമ്മളെ ഏതൊക്കെ കാര്യങ്ങളിൽ വാഴ്ത്തുന്നുണ്ടോ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഅസ്ബഗ അലൈക്കും നിഅമഹു, ഏറ്റവും പെർഫെക്റ്റായി പരിപൂർണമായി ഒരു കുറ്റവും പറയാൻ കഴിയാത്ത രീതിയിലാണ് അള്ളാഹു തആല അവന്റെ നിഅമത്തുകളെ അവന്റെ അടിമകൾക്ക് കൊടുത്തിട്ടുള്ളത്. ആ നിഅമത്തുകൾ നൽകുന്ന കാര്യത്തിൽ ഒരു പിശുക്കും റബ്ബ് കാണിച്ചിട്ടില്ല. ആ നിഅമത്തുകളെ നൽകുന്ന കാര്യത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാം റബ്ബിന്റെ ദാനമായി നമുക്ക് നൽകപ്പെട്ടതാണ്. അതിനുള്ള ഒരു ശുക്ർ എന്ന നിലക്ക് നമ്മളോട് ഭൂമിയിൽ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ഇബാദത്തുകൾ, അഅ്മാലുകൾ, ആ അഅ്മാലുകളിൽ ഉടനീളം ഈ പൂർണ്ണതയെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. നമ്മുടെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ചടങ്ങുകളോ അത് ചടങ്ങുകളല്ല, അത് വഴിപാടുകളല്ല. ഓരോ അടിമയും അള്ളാഹുവിലേക്ക് അവന്റെ ബാധ്യതയെ നിർവഹിക്കുകയാണ്. നമ്മൾ റബ്ബിലേക്ക് കൊടുക്കുന്ന ഒരു സന്തോഷത്തിന്റെ ശുക്റിന്റെ സമ്മാനമാണ്. നമ്മുടെ നിർബന്ധമായ ഇബാദത്തുകൾ അത് നിർബന്ധമായ ഒരു ബാധ്യതയുടെ പുറത്താണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ, സുന്നത്തായ ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുന്നത് റബ്ബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഇബാദത്തുകളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഖുർബാണ്, സാമീപ്യമാണ്. അള്ളാഹുവിന്റെ പക്കൽ എനിക്ക് ഔന്നിത്യം ഉണ്ടാകണം, ഉയർന്ന സ്ഥാനമുണ്ടാകണം. ഇതാണ് ഏതൊരു അടിമയുടെയും ഏതൊരു അബ്ദിന്റെയും ഒരു താല്പര്യം. ഇതാണ് മുഅ്മിനിന്റെയും. അത് ആഗ്രഹിക്കുന്നവൻ റബ്ബിലേക്ക് കൊടുക്കുന്ന അഅ്മാലുകൾ ഏറ്റവും മനോഹരമായിരിക്കണം, ഏറ്റവും സമ്പൂർണമായിരിക്കണം. നമ്മുടെ അഅ്മാലുകളൊക്കെ രേഖപ്പെടുത്തപ്പെടുകയും ആ അഅ്മാലുകൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ.
ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റബ്ബേ ഈ പുസ്തകത്തിൽ ഉണ്ടല്ലോ എന്ന് നമ്മൾ പരിതപിക്കുന്ന നേരമുണ്ട്. അന്ന് നമ്മൾ അറിയും നമ്മൾ ചെയ്ത അമാലുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. നോക്കൂ, മനുഷ്യൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആളുകളാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ ഭക്ഷണമാകട്ടെ, നമ്മളുടെ വീടാവട്ടെ, നമ്മുടെ വിവാഹമാകട്ടെ, നമ്മുടെ വാഹനമാകട്ടെ, ഏറ്റവും മുന്തിയത്, ഏറ്റവും സുരക്ഷിതത്വമുള്ളത്, ഏറ്റവും ചന്തമുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കുക എന്നത് മനുഷ്യന്റെ ഒരു താല്പര്യമാണ്. നമ്മൾ നമ്മളിലേക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മളിലേക്ക് എന്തിനെയാണോ ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ മനോഹരമായതിനെ തിരിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരാകണമല്ലോ. അള്ളാഹു നമ്മളിലേക്ക് നൽകിയതിനെ അതിനേക്കാൾ മനോഹരമായി ഇത് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ, നമ്മുടെ കഴിവിന്റെ പരമാവധി ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അലാ അദുല്ലുകും അലാ അമലിൻ അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങൾക്ക് ഞാൻ ഒരു അമൽ പറഞ്ഞു തരാം. ആ അമൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ എല്ലാ തിന്മകളെയും അല്ലാഹു തആല മായ്ച്ചു കളയുകയും വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പദവികൾ അല്ലാഹുവിന്റെ പക്കൽ ഔന്നിത്യമുള്ളതാവുകയും ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു തരട്ടെ. സഹാബികൾ ആവേശത്തോടെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഏതാണ് അമൽ? ആ അമൽ ഒന്ന് പറഞ്ഞു നൽകണം. ഇതുവരെ നമുക്കറിയാത്ത, പരിചയമില്ലാത്ത ഒരു പുതിയ അമലാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്, ഇസ്ബാഉൽ വുദൂഇ ഇൻദൽ മകാരിഹ്. ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന നേരത്ത്, വെള്ളം സ്പർശിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നേരത്ത് നിങ്ങൾ വുദൂഇനെ ഏറ്റവും പൂർണ്ണമായി നിർവഹിക്കുക. ഇസ്ബാഉൽ വുദൂഇ, വുദൂഇനെ ഏറ്റവും ചന്തത്തോടെ നിർവഹിക്കുക, അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുക. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുവാനുള്ള ഒരു പ്രവേശികയാണ്. റബ്ബിലേക്ക് നമ്മൾ ശുദ്ധിയോടുകൂടി അടുക്കുവാൻ ആഗ്രഹിക്കുന്ന നേരത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് വുദൂഅ്. ആ വുദൂഇന്റെ ഏറ്റവും പൂർണ്ണതയിൽ, ഏതാണ് അതിന്റെ പൂർണ്ണത? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ അവയവങ്ങൾക്കും നിങ്ങൾ കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ വുദൂ എടുക്കേണ്ടത്. അതിൽ വീഴ്ച കാണിക്കാൻ പാടില്ല. ഒരിക്കൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വഴിയരികിൽ ഒരു സംഘം ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകൾ വുദൂ എടുക്കുകയാണ്. ആ വുദൂ എടുക്കുന്ന ആളുകളിൽ ചിലരുടെ മടമ്പ്, ആ മടമ്പ് നനഞ്ഞിട്ടില്ല. അവർ കാല് കഴുകിയിട്ടുണ്ട്, മടമ്പ് നനഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നനഞ്ഞു പോകാത്ത മടമ്പുകളെ നോക്കിയിട്ട് പറഞ്ഞു, ആ മടമ്പുകൾക്ക് നരകമുണ്ട്, നിങ്ങൾ മടമ്പുകൾ കാരണം നരകത്തിൽ പ്രവേശിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഈ ഇബാദത്ത് ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നത്, റബ്ബിലേക്ക് അടുക്കണമെന്ന ആഗ്രഹത്തോടെ ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഇബാദത്തിന്റെ എല്ലാ പൂർണ്ണതയും നിർവഹിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വുദൂ എടുക്കുന്ന മനുഷ്യർ ആ വുദൂ എടുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കൈകളും മുഖവും കയറ്റി കഴുകിയാൽ അവർ നാളെ ആഖിറത്തിൽ മുഹജ്ജലീങ്ങളായിട്ട് അവരെ കാണാൻ പറ്റുമെന്നാണ്. മുഹജ്ജലീങ്ങളായിട്ട് തിളക്കമുള്ള മനുഷ്യരായി നാളെ മഹ്ശറിൽ ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന നേരത്ത് അതിൽ തിളക്കമുള്ള മനുഷ്യരായി ഈ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകും. അവരുടെ പ്രത്യേകത എന്താണ്? അവർ റബ്ബിന് വേണ്ടിയിട്ട് വുദൂ എടുക്കുന്ന നേരത്ത് അതിന്റെ പൂർണ്ണതയോടെ മുഖവും കയ്യും ഒക്കെ കയറ്റി കഴുകി അതിന്റെ പൂർണ്ണതയെ നിർവഹിച്ചവരായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഇബാദത്തിന്റെ കാര്യത്തിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന പലരും വുദൂഇന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. വുദൂഇന്റെ കാര്യത്തിൽ അശ്രദ്ധരായി പോകുന്നു. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വലിയ സൂഫികളെയും ആലിമീങ്ങളുടെയും അടുത്തു പോയാൽ അവർ വുദൂ ചെയ്യുന്ന കാഴ്ച പോലും നയനാനന്ദകരമായിരുന്നു. നമ്മുടെ പഴയ കാലത്തുള്ള ആരിഫീങ്ങളെ, സൂഫികളെയൊക്കെ നമ്മൾ ഇങ്ങനെ വുദൂ ചെയ്യുന്നത് കാണാൻ വേണ്ടി പോയാൽ അവർ ചിലപ്പോ കിണറിന്റെ വക്കത്തിരുന്ന്, അല്ലെങ്കിൽ വലിയ ഹൗദിന്റെ വക്കത്തിരുന്ന്, കുളത്തിന്റെ വക്കത്തിരുന്നൊക്കെ വുദൂ ചെയ്യുന്നത് കണ്ടാൽ ആ കാഴ്ചക്ക് പോലും ഒരു ആനന്ദം ഉണ്ടായിരുന്നു. ഒരു ദിക്ർ പോലും മുടങ്ങിപ്പോകാതെ അവയവത്തിന്റെ എല്ലാ ഭാഗങ്ങളും കുഴിഞ്ഞുപോയ സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായി അവിടെ വുദൂഇന്റെ വെള്ളം തട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നിർവഹിക്കാനാണോ പറഞ്ഞത് അതേ രീതിയിൽ നിർവഹിക്കുന്നവർ. ആ വുദൂ പൂർത്തിയാക്കണമെങ്കിൽ തന്നെ 5 or 10 മിനിറ്റുകൾ വേണമായിരുന്നു. ഇത് നമുക്കൊരു പക്ഷെ 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ നമ്മൾ ആ വുദൂ എടുത്ത് പൂർത്തിയായി വരുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ഒരാൾ വുദൂ എടുത്ത് അവന്റെ റബ്ബിലേക്ക് വുദൂ ചെയ്യുന്ന നേരത്തെ നിയ്യത്തോടെ മുഖം കഴുകിയാൽ ആ മുഖത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളത്തിലൂടെ അവന്റെ പാപങ്ങൾ കൊടുക്കപ്പെടുമെന്നാണ്. ആ വുദൂ കഴിഞ്ഞതിന് ശേഷം ഖിബിലക്ക് തിരിഞ്ഞ് എല്ലാ പള്ളിയുടെ മുമ്പിലും, എല്ലാ പള്ളിയിലും ഹൗദിൽ നിന്ന് കയറുന്ന ഭാഗത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും,
സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന ദുആ. ഒരു മിനിറ്റ് പോലും നമുക്ക് ആ ദുആ നിർവഹിക്കാൻ ആവശ്യമില്ല. സെക്കൻഡുകൾ മാത്രം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദുആയാണ്. ആ ദുആ ചൊല്ലിയാൽ 8 സ്വർഗത്തിന്റെ കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്ക് നൽകിയിട്ടുള്ള ഒരു ദുആയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ദിവസം എത്ര തവണയാ വുളു എടുക്കുന്നത്? ആ വുളു എടുത്ത് നമ്മൾ പള്ളിയിലേക്കോ നമ്മുടെ വീട്ടിലേക്കോ കയറിച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഈ വുളു ഒരു ഇബാദത്തായിരുന്നു എന്ന് അനുഭവിച്ചിട്ടുണ്ടോ? വുളുഇനെ ഒരു ഇബാദത്തായിട്ട് അനുഭവിക്കാൻ കഴിയും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ദിക്റുകളും, നമ്മൾ ഓരോ അമലുകൾ നിർവഹിക്കുമ്പോഴും ആ നിർവഹണത്തിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുകയാണെങ്കിൽ അതൊരു പൂർണ്ണ ആനന്ദമുള്ള ഇബാദത്തായിട്ട് അനുഭവപ്പെടും. ആ അനുഭവത്തിന്റെ ശേഷമാണ് നമ്മൾ പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനുഷ്യന് പൊതുവെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതിരാ നേരത്ത് വുളു എടുക്കാൻ, നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ, തണുപ്പുള്ള രാത്രിയിൽ വുളു എടുക്കാൻ തുനിയുക. പുലർച്ചെ സുബഹിന്റെ നേരത്ത് നല്ല തണുപ്പുള്ള പകലിൽ പ്രഭാതത്തിൽ വുളുവിന്റെ എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട് വുളു എടുക്കുക. ശരീരത്തെ വെള്ളം തട്ടുന്നത് പോലും പ്രയാസകരമാകുന്ന ഘട്ടത്തിൽ നമുക്ക് പുതിയ കാലത്ത് അതിന് ചില വായനകളുണ്ട്. നോക്കൂ, നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ, അവരൊക്കെ നല്ല ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് പ്രോഗ്രാമുകളിലേക്ക്, പാർട്ടികളിലേക്ക്, കല്യാണത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ. ചില കുട്ടികളോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ പങ്കുവച്ചു, ഒരു കല്യാണത്തിന് പോയിട്ട് ഒരു കുട്ടിയെ നിസ്കരിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഷൂ ഒക്കെ അഴിക്കണല്ലോ, ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്നില്ല. അവന്റെ ഷൂ അഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഷൂ അഴിച്ച്, സോക്സ് അഴിച്ച്, പിന്നെ വുളു എടുത്ത് അത് ഉണക്കി, എന്നിട്ട് പിന്നെ എടുത്ത് അണിഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ കുറെ സമയം പോകും. അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ രാത്രി വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞു. നോക്കൂ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താ ഇതൊക്കെ. ആ നിഅമത്തിനെ റബ്ബ് നിർവഹിക്കാൻ ആവശ്യപ്പെട്ട ഒരു ഇബാദത്ത് മുടക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദുര്യോഗം എന്താണ്? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നല്ല കോട്ടന്റെ നമ്മൾ ഇസ്തിരിയിട്ട വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ വുളു എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതിങ്ങനെ കയറ്റിയാൽ വെള്ളമാകുമല്ലോ എന്ന് ഭയന്ന്, അതിന്റെ ചുളിവുകൾ കൂടുമല്ലോ, ചന്തം നഷ്ടപ്പെടുമല്ലോ എന്ന് ഭയന്നിട്ട് വുളു എടുക്കാതെ, വെള്ളം നനക്കാതെ പോകുന്ന ആളുകൾ. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചത് മാഞ്ഞു പോകുമല്ലോ എന്ന് ഭയന്ന് അവർ വുളു എടുക്കാൻ മടിക്കുകയും അതുവഴി നിസ്കാരത്തെ ഖളാഅക്കുകയും ചെയ്യുന്ന ആളുകൾ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയും അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നോക്കൂ, ഇങ്ങനെ നിസ്സാരമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു പൂർണ്ണത പാലിക്കണമെന്ന്. ഒരിക്കൽ ഒരു സ്വഹാബി, നബി തങ്ങൾ പള്ളിയിലുണ്ട്, ഒരു സ്വഹാബി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, ഇർജഅ ഫസല്ലി, പോയി വീണ്ടും നിസ്കരിക്കൂ. അയാൾക്ക് മനസ്സിലായില്ല, വീണ്ടും പോയി നിസ്കരിച്ചു. അയാൾ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും പറഞ്ഞു, ഇർജഅ ഫസല്ലി, പോയി നിസ്കരിക്കൂ. അല്ല, നിസ്കാരം ശരിയായിട്ടില്ല. മൂന്നാമതും കഴിഞ്ഞപ്പോ അയാൾക്ക് വലിയ കൗതുകം, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ മനോഹരമായിട്ട് നിസ്കരിച്ചതല്ലേ, എല്ലാം നിർവഹിച്ചിട്ടുണ്ടല്ലോ, എന്താ കൗതുകം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ നിസ്കാരത്തിന് തുമഅനീനത്തില്ല. നീ റബ്ബിനോടുള്ള മുനാജാത്താണ് ഇത് എന്ന് കണക്കാക്കിയിട്ടല്ല നിസ്കാരം. നീ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം. ബറാഅത്തു ദിമ്മത്താണ് ആഗ്രഹിക്കുന്നത്. സൂഫികൾ പറയുന്നുണ്ട്, മനുഷ്യർ 2 തരത്തിലാണ്. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ബറാഅത്തു ദിമ്മത്താണ്, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ പണി പോകാൻ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഈ തോന്നലിൽ നിന്ന് ഉലൂവുൽ ഹിമ്മത്തിലേക്ക് എപ്പോഴാണോ എത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഈ തോന്നലിൽ നിന്ന് റബ്ബേ, എന്റെ നിസ്കാരമായിരിക്കണം ഇവിടെ കൂടിയവരിൽ ഏറ്റവും കൂടുതൽ കബൂലാക്കപ്പെടുന്ന നിസ്കാരം എന്ന ആഗ്രഹത്തോടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിസ്കരിക്കണം എന്ന താല്പര്യത്തോടു കൂടി വന്ന് നിസ്കരിക്കുന്ന ഒരുത്തൻ, ആ മനോഭാവത്തിലേക്ക് മാറാൻ കഴിയുന്നവനാണ് അള്ളാഹുവിന്റെ പക്കൽ മുഖറബായ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, എന്റെ നിസ്കാരം ധൃതിയുള്ള നിസ്കാരമാണ്, വേഗതയുള്ള നിസ്കാരമാണ്. നിസ്കാരം ബാത്തിലായിട്ടല്ല മടങ്ങി നിസ്കരിക്കാൻ പറഞ്ഞത്, ആ നിസ്കാരത്തിൽ തുമഅനീനത്തില്ലാതെ പോയത് കൊണ്ടാണ്. നോക്കൂ, നമ്മൾ പല തിരക്കുകൾക്കിടയിൽ, നിസ്കാരം നമ്മുടെ ഷെഡ്യൂളിൽ വരാറില്ല. നിസ്കാരം നമ്മുടെ ഷെഡ്യൂളിന്റെ ഭാഗമല്ല. എല്ലാ ഷെഡ്യൂളുകളും കഴിഞ്ഞ് ഒഴിവ് കിട്ടുമ്പോൾ മാത്രം നിർവഹിക്കുന്ന ഒന്നായി മാറിയാൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാ അമലുകളുടെയും ഈ പൂർണ്ണതയെ പാലിക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ എപ്പോഴും ഇത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട്, സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ യുത്ഖിനഹു, അതിനെ ഏറ്റവും സമ്പൂർണമായ പെർഫെക്ഷനോടെ നിർവഹിക്കണം. നമ്മൾ ഒരാളെ അതിഥിയായിട്ട് സ്വീകരിക്കുകയാണ്, ആ ആതിഥ്യ മര്യാദയുടെ പൂർണ്ണത കൈവരിക്കണം. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ്,
നമ്മുടെ ആൾക്ക് സന്തോഷം പകരാൻ ചെല്ലുകയാണ്, ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, അതിന്റെ പൂർണ്ണത പാലിക്കണം. ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണത എന്താണ്? ആ ഭക്ഷണം കഴിച്ച് യാത്രയാക്കി അവരെ വാഹനം കയറ്റി തിരിച്ചയക്കുന്നത് വരെ നമ്മൾ അവരെ അനുഗമിക്കണം. അതാണ് ആതിഥ്യ മര്യാദ. ഏത് അമലിലും ഈ പൂർണ്ണത ഉണ്ടായിരിക്കണം. അത് നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് കൂടെ ചെലവഴിക്കുന്ന സമയങ്ങളിലാണെങ്കിലും, മക്കൾക്ക് കൊടുക്കുന്ന തർബീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കച്ചവടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത് പാലിക്കണമെന്നാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും പാതി മുറിഞ്ഞ് സംസാരിച്ച് ഇടക്ക് വെച്ചിട്ട് അയാളെ നിരാശനാക്കിയിട്ട് പോകാൻ പാടില്ല. സ്വതക്ക കൊടുക്കുമ്പോൾ ഏത് സ്വതക്കയാ കൊടുക്കേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങളുടെ സ്വതക്കകൾ പൂർണ്ണമാകുന്നത്, അള്ളാഹുവിന്റെ പക്കൽ നല്ല കൂലി കിട്ടുന്നത് എപ്പോഴാണ്? തുൻഫിഖൂന മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ തുനിയുമ്പോഴാണ്. ഏറ്റവും പ്രിയപ്പെട്ടതിനെ കൊടുക്കുക. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതൽ ഇതാ ഈ പള്ളിയുടെ മുമ്പിൽ കാണുന്ന ബീറുഹാ തോട്ടമാണ്. മദീനക്കാർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ പഴങ്ങളുള്ള തോട്ടം, ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്ന തോട്ടം ഈ തോട്ടമാണ്. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇന്ന് മദീന പള്ളിയുടെ ഉള്ളിലാണ് ആ തോട്ടത്തിന്റെ ഭാഗം. അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ബീറുഹാ തോട്ടത്തെ കൊടുക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അത് ദാനമായി കൊടുക്കാൻ ആ സ്വഹാബി സന്നദ്ധമാവുകയായിരുന്നു. നമ്മൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ സ്വഹാബത്തിന്റെ കാലത്തുള്ള കഥകളല്ലേ എന്ന് നമ്മൾ അതിശയപ്പെട്ടേക്കാം. നോക്ക്, ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്രയെത്ര മനുഷ്യരാണ്. ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരനാണ്. അയാളുടെ സമ്പാദ്യത്തിന്റെ 80% ഞാൻ ദീനി മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ നെയ്യത്താക്കിയിരിക്കുന്ന മനുഷ്യനാണ് എന്നാണ്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മദ്രസകൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ. ആ ഹിമ്മത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ റബ്ബിനു വേണ്ടി നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുകളും നമ്മളെ കൊണ്ട് കഴിയുന്ന ശുക്രിന്റെ സമ്മാന പൊതികളാണ്. അതിനെ ഏറ്റവും മനോഹരമായി ആനന്ദകരമായ രീതിയിൽ കൊടുക്കാൻ കഴിയണം. അതിൽ മറ്റ് കലർപ്പുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. മലക്കുകൾ അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി റബ്ബിലേക്ക് സമർപ്പിക്കുന്ന രീതിയിലുള്ള അഅമാലുകളാകണം. അതിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ഓരോ അമലുകളുടെ കാര്യത്തിലും ഗൗരവപൂർവ്വമുള്ള സമീപനവും അതിനെ പൂർണ്ണതയിൽ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്വലാഹിയത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.